കേരളത്തിൻ്റെ റെയിൽവേ വികസന സ്വപ്നങ്ങൾ അവസാനിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ യൂണിയൻ ക്യാബിനറ്റ് മീറ്റിംഗ് അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ സിൽവർ ലൈൻ പദ്ധതി അത് ഉപേക്ഷിച്ച മട്ടാന്ന് പറയണത്. അതുപോലെ പാലക്കാട് കഞ്ചിക്കോടുള്ള കോച്ച് ഫാക്ടറി അതും വലിയ രസമൊന്നുമില്ല, നടക്കാൻ ചാൻസ് ഇല്ലാത്ത ഇതാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഇതിൽ വലിയ വിഷമമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം ഇതൊക്കെ റീസെൻ്റ്ലി വന്ന കുറച്ച് പദ്ധതികൾ ഇതൊക്കെ അല്ലേ. നമുക്കറിയാലോ റെയിൽവേയുടെ എന്ത് വലിയ സംഭവങ്ങൾ പറഞ്ഞാലും നടന്നുള്ള ശീലം അല്ലെങ്കിൽ അങ്ങനെ ചരിത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ജനിച്ച നാടോട്ട് അല്ലെങ്കിൽ അന്നോട്ട് കേൾക്കുന്ന കുറച്ച് പദ്ധതികളുടെ കാര്യം പറയട്ടെ. നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതി, നഞ്ചങ്കോട് പാത. ഇപ്പോൾ ഈ പദ്ധതി ഈ സംഭവം പണ്ടെന്തോ തറക്കല്ലിട്ടു എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതിൻ്റെ വഴിയൊക്കെ ആക്ച്വലി എനിക്കൊന്ന് വയനാടും വഴിയൊക്കെ ആയിരിക്കും. പിന്നെ കുറേ കാടിൻ്റെ ഇതൊക്കെ ഉണ്ടാവും, പരിസ്ഥിതിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഓക്കെ. പക്ഷെ എന്നാലും ഇത്ര വർഷങ്ങളൊക്കെ നടത്തിയാൽ കൊള്ളാമെന്ന് തോന്നിയ സംഭവമാണ്. കാരണം ആ ഒരു പദ്ധതി നടന്ന ആ ഒരു പാത വന്നാൽ എന്താ, നമുക്ക് ഡയറക്റ്റായിട്ട് കേരളത്തിന് ഏറ്റവും സിംപ്ലസ്റ്റായിട്ട് ഈ മൈസൂരും ബാംഗ്ലൂരൊക്കെ എത്താൻ പറ്റും. ഇപ്പോഴത്തെ പാതകളൊക്കെ എങ്ങനെയാണ്, ഈ ചെന്നൈ റൂട്ട് സേലം വഴി കറങ്ങി വരിക, അല്ലെങ്കിൽ വേറൊരു ഇതുണ്ട് മംഗലാപുരം വഴി, അങ്ങനെ അത് അത്ര വണ്ടികളൊന്നും ഇല്ല. അങ്ങനെയാണ് നമ്മുടെ ഇത് പോകണം. പിന്നെ ബസ്സുകളൊക്കെ അത്രയും കാശ് മുടക്കിയൊക്കെ ആ റൂട്ടിൽ പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഭയങ്കര മോശമല്ലേ, അല്ലെങ്കിൽ അത്ര ഭയങ്കര പാടല്ലേ, സംഭവം നടന്നു കണ്ടിട്ടില്ല. രണ്ടാമത്തേതാണ് തിരുനാവായ ഗുരുവായൂർ വഴി ഉള്ള ഒരു പാത. അതും ഇതുപോലെ പണ്ട് എന്തൊക്കെയോ തുടങ്ങിയെന്ന് കേട്ടു, പക്ഷെ വിട്ടു കളഞ്ഞു. ആ ഒരു പാത ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇപ്പോൾ ഈ ഷൊർണൂരൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, ഷൊർണൂർ ജംഗ്ഷനാണ് മെയിൻ ജംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ എല്ലാ ട്രെയിനും, അത്യാവശ്യം എല്ലാ ട്രെയിനുകളും ഈ ഇത് സംബന്ധിച്ചൊക്കെ വൈകുന്നുണ്ട്. അതിനൊക്കെ ഒഴിവാക്കാൻ ഇപ്പോൾ ഇതുവഴി ഒരു സിംഗിൾ ലൈൻ പാതയാണെങ്കിൽ പോലും ചില വണ്ടികളൊക്കെ അതുവഴി സിമ്പിളായിട്ട് കയറ്റി വിടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ നമ്മുടെ സാധാരണക്കാരുടെ വണ്ടികളൊക്കെ ഷൊർണൂർ വഴി വരുന്ന പല വണ്ടികൾക്കും എഫക്റ്റ് ആവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും നടന്നു കണ്ടിട്ടില്ല. ഏറ്റവും അടിയിലെത്താ നമ്മുടെ ശബരി പാത. അതാണെങ്കിൽ പണിത് തുടങ്ങുകയും ചെയ്തു. അങ്കമാലിയിൽ നിന്ന് കാലടി വരെയുള്ള ഒരു ഇതിൽ സ്ട്രെച്ചിൽ പാത പണിതു, സ്റ്റേഷൻ പണിതു, അതും അവിടെ നിന്നു. ഈ അങ്കമാലി ശബരിപാത ആക്ച്വലി എനിക്ക് ശബരിമല തീർത്ഥാടകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. പക്ഷേ അത് കൂടുതലും ഭയങ്കര എന്താ, നമ്മുടെ ഈ കിഴക്കൻ എറണാകുളത്തേക്ക് കിഴക്കൻ മേഖലകളാണെങ്കിലും ഈ ഇടുക്കി ജില്ലയാണെങ്കിലൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്നൊരു പാതയായിരുന്നു. പക്ഷെ അതും ഇങ്ങനെ കിടക്കുക. കേന്ദ്രം പറയുന്നു കേരളം സംസ്ഥാനം കാശ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഈ നിസ്സഹകരണം കൊണ്ട് നടക്കുന്നില്ലെന്ന്. കേരളമാണെങ്കിൽ തിരിച്ച് മറ്റേ കേന്ദ്രത്തിലെ ആൾക്കാർ അത് ചെയ്യുന്നില്ല, ഇതാണ്. എല്ലാ ഇലക്ഷൻ സമയമാകുമ്പോൾ ഇത് പൊക്കിക്കൊണ്ടുവരും. ശബരിപാത നമ്മൾ യാഥാർത്ഥ്യപ്പെടുത്തും, ശബരിപാതയ്ക്ക് വേണ്ടി സർക്കാർ ഇത്ര കോടികൾ ചിലവാക്കും, എന്നിട്ടെല്ലാം ചിലവാക്കിയിട്ടുണ്ടോ? ആ പാത അതുപോലെ തന്നെ വേറെ എന്ത് ഇതില്ലാണ്ട് കിടക്കുക. ഇപ്പോൾ ശബരിപാത ഉണ്ട് എന്നും പറഞ്ഞിട്ട് കാരണം കൊണ്ട് ആ നാട്ടിലുള്ള പല ആൾക്കാർക്കും അവരുടെ സ്ഥലം വിറ്റ് പോകുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ. എല്ലാ തവണ ഇത് തന്നെ പറയും, ചില ബഡ്ജറ്റ് വരും, ചിലപ്പോൾ എന്തെങ്കിലും കോടികൾ അതിൽ വെക്കും, അതൊന്നും ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെയ്തൊന്നും കണ്ടിട്ടില്ല. ഈ മെയിൻ പറഞ്ഞ ഈ പാതകളൊന്നും നടക്കാണ്ട് തന്നെ എന്തിനാ മറ്റ് വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ. ഇനി ഇപ്പോൾ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ അല്ലെങ്കിൽ മംഗലാപുരം വരെ പെട്ടെന്നുള്ള പാത വേണമെന്നുള്ളൂ. ഇപ്പോൾ സിൽവർ ലൈൻ പാത ഇത് വെച്ചിട്ട് നടക്കില്ല എന്ന് നമുക്ക് തോന്നുന്നത്. പോട്ടെ, ഇപ്പോൾ ഉള്ള പാതകളുടെ ആ സ്റ്റെബിലിറ്റി ഇപ്പോൾ പറഞ്ഞ പോലെ റെയിൽവേ മന്ത്രി പറഞ്ഞ പോലെ ഉള്ള കാര്യങ്ങൾ കൂടെ ഇതാക്കാൻ നോക്കിക്കൂടെ. ഇപ്പോൾ എറണാകുളം ഷൊർണൂർ പാത അതാണ് ഇതിൽ ഏറ്റവും തിരക്കുള്ള പാത. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും വരുന്ന വണ്ടികളും അതുപോലെ എറണാകുളത്ത് നിന്നുള്ള വണ്ടികളും എല്ലാം കൂടെ കയറിപ്പോണ ഒരു മെയിൻ ഭയങ്കര ട്രാഫിക് ജാം എന്നൊക്കെ പറഞ്ഞ ഒരു ഏരിയ ആണിത്. അവിടെ ആക്ച്വലി മൂന്നാമത്തെ അല്ലെങ്കിൽ നാലാമത്തെ പാത ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ അത് സമാന്തരമായിട്ട് പോയില്ലെങ്കിൽ പോലും മറ്റൊരു അലൈൻമെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഷൊർണൂർ മംഗലാപുരം അല്ലെങ്കിൽ അതുപോലത്തെ ബാക്കി സ്ട്രെച്ചിലുള്ള മൂന്നാമത്തെ നാലാമത്തെ പാത ആലോചിക്കേണ്ടുള്ളതെന്നാണ് തോന്നുന്നത്. അങ്ങനത്തെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ മെയിനായിട്ട് സെറ്റാക്കാൻ നോക്കണം. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, കേരളത്തിലൊന്നും നടന്ന് കണ്ടിട്ടില്ല ഇതുവരെ എന്നെങ്കിലും. ഇപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് നോക്കിയിട്ട് എന്താ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ ചെനാബ് പാലം വരുന്നത് എന്തോരം ഹൈറ്റിലും ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അത്രക്കൊക്കെ റിസ്ക് നമ്മുടെ നാട്ടിലില്ല ചെയ്യാൻ. ആക്ച്വലി ജനങ്ങളുടെ ഒരു പോപ്പുലേഷൻ ഇത് പ്രശ്നമുണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അന്നേറ്റ് അഡ്രസ്സ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരേണ്ട നാടായിരുന്നു കേരളം. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല റെയിൽവേയുടെ കാര്യത്തിൽ. എന്നതൊക്കെ ശരിയാവുക, ചിന്തിക്കണം.